സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ബീട്രൂട്ട് പച്ചടിയാണ്. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ബീട്രൂട്ട് പച്ചടി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. ഒരു ബീട്രൂട്ട് തൊലിയെല്ലാം ചെത്തി ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി ബീട്രൂട്ട് ഒരു ഗ്രേറ്ററിൽ വെച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഗ്രേറ്റർ ഇല്ലെങ്കിൽ ചെറുതായിട്ട് കുത്തിയരിഞ്ഞാലും മതി. അല്ലെങ്കിൽ ബീട്രൂട്ട് കഷ്ണങ്ങളാക്കി മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പൾസ് ചെയ്തെടുത്താലും മതി. ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത ബീട്രൂട്ടെല്ലാം ഒരു ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിലേക്ക് 3/4 ടീസ്പൂൺ ഉപ്പും 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം അടച്ചു വെച്ച് വെള്ളമെല്ലാം പറ്റുന്നിടം വരെ വേവിച്ചെടുക്കാം. ഇടയ്ക്ക് അടപ്പ് മാറ്റി ഒന്ന് ഇളക്കി കൊടുക്കാം. ബീട്രൂട്ട് വെന്ത് വരുമ്പോൾ അതിലുള്ള വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ വളരെ കുറച്ച് വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കാവൂ. ഇതിലേക്ക് ചേർക്കാൻ ഒരു അരപ്പ് തയ്യാറാക്കേണ്ടതുണ്ട്. അതിനായി മിക്സിയുടെ ജാറിൽ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 പച്ചമുളകും 1.5 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയുടെ കഷ്ണവും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങയ്ക്കും തൈരിനും ആവശ്യമായ 3/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പിലയും തേങ്ങ അരയ്ക്കുന്നതിനാവശ്യമായ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഇത് നല്ലവണ്ണം ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. അരച്ചെടുത്തിരിക്കുന്ന ഈ അരപ്പിലേക്ക് 1/2 ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് ഒന്ന് അരച്ചെടുക്കണം. ഈ രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇനി വെന്തിരിക്കുന്ന ബീട്രൂട്ടിലോട്ട് ചേർത്ത് കൊടുക്കാം. അരപ്പിൻ്റെ പച്ചമണം മാറി കിട്ടുന്നിടം വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ബീട്രൂട്ടും തേങ്ങയും നല്ല മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ലവണ്ണം അടിച്ചു വെച്ചിരിക്കുന്ന 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സാക്കി എടുക്കാം. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കണം. പച്ചടി ചൂടായി വന്നിട്ടുണ്ട്. ഇനി കടുക് താളിച്ച് ചേർക്കാം. ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ 3 ഉണക്കമുളക് മുറിച്ചതും 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ ഇത് പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കടുക് താളിച്ച് ചേർത്ത് കൊടുത്ത ശേഷം അടപ്പ് കൊണ്ട് അടച്ച് 5 മിനിറ്റിന് ശേഷം അടപ്പ് മാറ്റി എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബീട്രൂട്ട് പച്ചടിയാണ് ഇത്. കാണാൻ നല്ല ഭംഗിയും അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റുമായിട്ടുള്ള പച്ചടിയാണ്. നിങ്ങളെ ഓണത്തിന് തീർച്ചയായിട്ടും ഈ പച്ചടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമൻ്റായിട്ടും രേഖപ്പെടുത്തണേ.